وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഖത്മുൽ ഖുർആൻ സഹോദരങ്ങളെ, 58-ാം അധ്യായം അൽ മുജാദിലയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ. ഒപ്പം നമ്മൾ പുതിയ ജുസ്ഇലേക്ക് കടന്നു എന്നുകൂടെ ഓർത്തു വെക്കുക. 28-ാമത്തെ ജുസ്ഇലേക്ക് കടന്നു. 28, 29, 30 3 ജുസ്ഉകൾ കൂടെയാണ് വായിക്കാനുള്ളത്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മുജാദില, തർക്കം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദനിയ ആയ അധ്യായം. 22 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. 58-ാം അധ്യായം സൂറത്തുൽ മുജാദിലയിലുള്ളത്. നമ്മൾ പേജ് നമ്പർ പറയുമ്പോൾ 542, 43, 4, 45 കുറഞ്ഞ ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൗരവമുള്ളൊരു വിഷയം. എന്തെങ്കിലും ഒന്നും പറയരുത്. കുടുംബം, വ്യക്തികൾ, നാട്, സമൂഹം പരസ്പരം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആരോടായിരുന്നാലും, ആണുങ്ങളോട് പെണ്ണുങ്ങളും, പെണ്ണുങ്ങളോട് ആണുങ്ങളും. നമ്മളെ മനസ്സിൽ ഓരോന്ന് തോന്നുന്നു, എന്നോട് ഇങ്ങനെ വർത്തമാനം പറയണം, അല്ല ഞാൻ എങ്ങനെ വർത്തമാനം പറയണം, ഞാൻ എന്തൊക്കെ പറയാൻ പറ്റുന്നതും പാടില്ലാത്തതും ഉണ്ട് എന്ന ബോധവാനാകണം. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഞാൻ എന്നോടൊന്ന് പറയരുത് എന്നതല്ല, ഞാൻ ആരോട് എങ്ങനെ എന്തൊക്കെ പറയാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയാണ്. ചില്ലറ വിഷയമൊന്നുമല്ല. ഒരു പുരുഷൻ തൻ്റെ ഇണയായ സ്ത്രീയോട് പറയാ, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ, അൻത കവഹരി ഉമ്മി, അൻത അലയ്യ കവഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അത് വലിയ പ്രശ്നമല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അൻതി അലയ്യ കവഹരി ഉമ്മി, അൻതി അലയ്യ കവഹരി ഉമ്മി. ളിഹാർ എന്നാണ് അതിന് പറയാം. ഇവിടെ قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. 4 ആയത്തുകൾ പ്രധാനമായും ഈ വിഷയത്തിലേക്ക് ചേർത്ത് പറയുന്നു. ശേഷമുള്ള ആയത്തുകളും ഇതുമായിട്ട് തന്നെ ബന്ധമുള്ള ആയത്തുകളാണ്. തൻ്റെ ഇണയോട് ളിഹാറ് കാണിക്കുന്ന ആള്, അൻതി അലയ്യ കവഹരി ഉമ്മി, നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഖദ് സമിഅ അല്ലാഹു കേട്ടിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടിരിക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും അള്ളാഹുവിങ്കിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക്. വിഷമം പറയല്ലോ, അത് അള്ളാഹു കേട്ടിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾ 2 പേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ശക്ക, ആവലാതിപ്പെട്ട് ശിക്കായത്ത് ബോധിപ്പിക്കുകയാണ് അള്ളാഹുവിനോട്. ആരായിരുന്നു ഇതെന്നറിയോ? ഖൗല ബിൻത് സാലബ. ജമീല എന്നാണ് പേര് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഖൗല എന്ന പേരാണ് പ്രസിദ്ധമായി പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ഖൗല ബിൻത് സാലബ, അവരുടെ വിഷയത്തിലാണ് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഔസ് ബിൻ സാമിത്താണ് അവരുടെ ഭർത്താവ്. അപ്പം ഇവർ തമ്മിലുള്ള വിഷയമാണ്. അപ്പം
എത്ര വലിയ വർത്തമാനമാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെയാ അത് പറയാം? ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. എത്ര ഗൗരവമുണ്ടെന്നറിയോ അതിൽ? തൊട്ടടുത്ത ആയത്തുകളിൽ നോക്കൂ നിങ്ങൾ. അല്ലദീന യുദാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം. അങ്ങനെ ഉമ്മയാവാൻ പറ്റില്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന, തന്നെ പ്രസവിച്ചതാണ് ഉമ്മയാവുക. നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള വിഷയമാണ്. വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറ. വളരെ അരുതാത്ത കാര്യമാണ് അവർ പറഞ്ഞത്, വ്യർത്ഥമായ വർത്തമാനമാണ് അവർ പറഞ്ഞത്. അള്ളാഹു അഫുവാണ്, ഗഫൂറാണ്, വിട്ടുതരും, പുറത്തു തരും. അവനോട് പാപമോചനം താട്ടണം. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലു. പറഞ്ഞത് തിരിച്ചെടുക്കുക. പ്രശ്നമായിപ്പോയി, പറ്റിപ്പോയി, പറഞ്ഞു പോയതാ. അങ്ങനെ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അതിന് ഫിദിയ, പ്രായശ്ചിത്തം ചെയ്യണം. ഒരടിമയെ മോചിപ്പിക്കുക എന്നതാണ് പ്രായശ്ചിത്തം. ഇനി അടുത്ത ആയത്തിൽ പറയാം, ഫഇല്ലം യജിദ്, അത് കഴിയില്ലെങ്കിൽ, നടക്കൂല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിനും കഴിയാതെ പോകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? നോമ്പെടുക്കുക എന്ന് മാത്രമല്ല, അതുവരെ തൊടാൻ പാടില്ല. പിന്നെ മിൻ ഖബ്ലി അയ്യ തമാസ, പരസ്പരം സ്പർശിക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പാടില്ല. അതിനു മുമ്പ് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിനും കഴിയില്ലെങ്കിൽ ഫമല്ലം യസ്തതി ഫഇത്ആമു 60 മിസ്കീന, 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം. എന്താ പ്രശ്നം? ഓളോട് വേണ്ടാത്തത് പറഞ്ഞു. ചെറിയ എന്തോ ഒരു വിഷയം ഉണ്ടാവുക, അതിൻ്റെ പേരിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ വിധത്തിലുള്ള സമാനമായ വർത്തമാനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പോലും നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഒരു പരസ്പര ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ ബോധ്യപ്പെടുത്തുന്ന ദൈവിക വചനങ്ങൾ എത്രയാ വിശുദ്ധ ഖുർആനിലുള്ളത്. നിങ്ങൾ അവരോട് ഖൗൽ മഅറൂഫ്, ഏറ്റവും നല്ലത് പറയണം. മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. മക്കളോടുള്ള വിഷയത്തിൽ, കുടുംബത്തോട്, നാടിനോട്, സമൂഹത്തോട്, രാജ്യത്തോട്, എല്ലാ വിഷയങ്ങളിലും ഖുർആൻ എത്ര കൃത്യമായാണ് പറഞ്ഞു തരുന്നത് എന്ന് നോക്കൂ. മനുഷ്യന് വല്ല വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആത്യന്തികമായി ലോകത്തും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ബന്ധങ്ങളെ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുവാൻ എത്രത്തോളം ശ്രദ്ധിക്കണം. വാക്കുകളിൽ പോലും ഓരോ വാക്കും നോക്കും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, എല്ലാവരെയും അല്ലാഹു പുനർജന്മം നടത്തി ഒരുമിച്ച് കൂട്ടുന്ന ദിവസമുണ്ട്. ഫയുനബ്ബിഉഹും ബിമാ അമിലു, ചെയ്ത കാര്യങ്ങളെ അവൻ അറിയിച്ചു തരും. അഹ്സാഹുല്ലാഹു വനസൂ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സഹോദരങ്ങളെ, തുടർന്ന് ഓരോ ഭാഗവും വായിച്ചുകൊണ്ടിരിക്കുക. പാരായണത്തിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാ വചനങ്ങളിലും അല്ലാഹു എന്ന ഇസ്മുൽ ജലാല, അല്ലാഹ് നോക്കൂ നിങ്ങൾ. ഖദ് സമിഅ അല്ലാഹു, അതിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം, 3 പ്രാവശ്യം അല്ലാഹു എന്ന് പറയും, 4 പ്രാവശ്യം അല്ലാഹു എന്ന് ഉപയോഗിച്ചു. അടുത്ത വചനത്തിലും അല്ലാഹു എന്ന് വന്നിരിക്കുന്നു. വ ഇന്നല്ലാഹ, ഇങ്ങനെ 4ഉം 5ഉം പ്രാവശ്യമായിട്ട് ഓരോ ആയത്തുകളിലൂടെയും 2, 3, 4, 5 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര പ്രാവശ്യം അല്ലാഹു എന്ന് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. മുഴുവൻ ആയത്തുകളും അല്ലാഹു എന്ന് പ്രയോഗിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ഇത് എന്ന് പഠിച്ചു വെക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഓരോ ആയത്തുകളെയും അർത്ഥസഹിതം വായിച്ചു തീർക്കണം. ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ്, മാനസഹിതമുള്ള ഖത്മുൽ ഖുർആനാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما
إن الله سميع بصير الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم إن الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى 3 إلا هو رابعهم ولا 5 إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير يا أيها الذين آمنوا إذا تناجيتم
فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون ألم تر إلى الذين تولوا قوما غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب وهم يعلمون أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون استحوذ عليهم الشيطان فأنساهم ذكر الله
حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون